ലൈഫിൽ എല്ലാവരെ കൊണ്ടും നിങ്ങൾ ഇഷ്ടപ്പെടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സത്യാവസ്ഥയാണ് അല്ലെ. അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടാൻ വഴിയില്ല. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഒറ്റപ്പെട്ടു പോവില്ലേ അല്ലേ. നമ്മൾ എല്ലാവരാലും വെറുക്കപ്പെട്ട് ഇരിക്കുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. സോ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യാൻ ഉതകുന്ന രീതിക്കുള്ള കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സ് അല്ലെങ്കിൽ കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇഷ്ടപ്പെടണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിക്കുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്തൊക്കെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഒതന്റിക് ആയിട്ട് നിൽക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒതന്റിക് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ കുറവുകൾ അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിരിക്കും. നിങ്ങൾ എന്ത് വിചാരിക്കും, എന്താണ് ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് ധരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒതന്റിക് ആയിട്ട് എപ്പോഴും നിൽക്കുക, നിങ്ങൾ എന്താണോ അത് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളായിട്ട് തന്നെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് നമ്മളെ കുറച്ചും കൂടെ ഇഷ്ടമാവും. അല്ലാണ്ട് നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി കടമെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമുക്ക് അങ്ങോട്ട് കടമെടുക്കാം. അതുപോലെ ഞാനും പെരുമാറാന്ന് പറഞ്ഞിട്ട് അതുപോലെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കോപ്പിനെസ് നമുക്ക് വേഗം മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ എപ്പോഴും ഒതന്റിക് ആയിട്ട് നിങ്ങളായിട്ട് തന്നെ നിൽക്കുക. നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ശരി, എനിക്ക് ഇന്ന അറിവുകളൊന്നും ഇല്ല, ഇന്ന കാര്യത്തിലൊക്കെ ഞാൻ വീക്കാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാനായിട്ട് നോക്കുക. എന്ന് കരുതിയിട്ട് നാഴികയ്ക്ക് 40 പ്രാവശ്യം എനിക്കതില്ല, എനിക്കിതില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും, എനിക്കത് പറ്റില്ല, എനിക്കതിൽ ഞാൻ കുറച്ച് വീക്കാണെന്നുള്ള കാര്യം. അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് വിചാരിക്കണം. സോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ രണ്ടുപേർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിററിങ്. മിററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ ബോഡി ലാംഗ്വേജസ് നിങ്ങൾ കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു സംസാരത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതൊരിക്കലും തന്നെ അവരറിയാനും പാടില്ല. അങ്ങനെ അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ തോന്നും, അവർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ രീതിക്ക് തന്നെയാണ് ആളും പെരുമാറുന്നത്, എൻ്റെ കൂട്ട് പോലെ തന്നെയാണ് എന്നുള്ളൊരു തോട്ട് അവരിൽ വരും. അപ്പോൾ അവർ കുറച്ചും കൂടെ ഒരു ബോണ്ട് നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ ചെയറിലൊക്കെ ഇങ്ങനെ കൈവച്ചിട്ട് അങ്ങനെ സംസാരിക്കാനായിട്ട് നോക്കാം. മേശയിൽ കൈവച്ച് സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം. അതൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തോന്നരുത്, ഓ ഇയാൾ എന്താ ഫുൾ ടൈം എന്നെ നോക്കിയിട്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പം അയാൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിടുന്നിട്ട് അങ്ങനെ ഇരിക്കണം, അപ്പം ശരി ഞാനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ആ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫ്ലോയിലൂടെ നിങ്ങൾ കടന്നു പോകണം. അപ്പം അയാൾ പെട്ടെന്ന് ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ്, ഇതിങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളും ഓട്ടോമാറ്റിക്കലി ആ ശരിയാണ് ഇത് അങ്ങനെയാണെന്നുള്ള രീതിക്ക് അങ്ങനെ ഫ്ലോയിൽ നിങ്ങൾ കോപ്പി ചെയ്യാനായിട്ട് നോക്കുക. അല്ലാണ്ട് അയാൾ അറിയുന്ന രീതിക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മിററിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അതുപോലെ രണ്ടാൾക്കും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ലൈക്സും ഡിസ്ലൈക്സും ഉണ്ടായിരിക്കും അല്ലെ. ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപോലെ ഹേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ആ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ഫൈൻഡ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരിക്കും. ലൈക്ക് എന്താണ്, ഒരേ ഫീൽഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അപ്പൊ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ, അപ്പൊ സൊസൈറ്റിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുവാകും ഞാൻ രണ്ടുപേരും ഒരേ രീതിക്കാണ് ചിന്തിക്കുന്നത്, ഒരേ കാര്യങ്ങളിലാണ് ഇഷ്ടം വരുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ രണ്ടുപേരും കോമൺ ആയിട്ടുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ആസ്ക് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെറുതെ കയറി ചോദ്യങ്ങൾ ചോദിക്കുകയല്ല പറയുന്നത്. ഇപ്പൊ രണ്ടുപേര് ഇങ്ങനെ ഒരാൾ നിങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുമല്ലോ, കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചോദിക്കുക. ആ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി വിചാരിക്കും ഓക്കെ ഫൈൻ, ഇയാൾ എൻ്റെ സംസാരം നന്നായിട്ട് കേൾക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ കേട്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് ഇന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക, എന്താ നീ അങ്ങനെ പറഞ്ഞത്, ഞാൻ കുറേ ആലോചിച്ചു, എന്തുകൊണ്ടാ, അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ
ഞാൻ പറയുന്നതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം ഉണ്ട് എന്നുള്ളൊരു തോട്ട് അവരിൽ വരും. അപ്പോഴാണ് ആ ഒരു ഇഷ്ടം വരുന്നത്, അപ്പോഴാണ് ആ ഒരു കണക്ഷൻ വരുന്നത്. അപ്പം എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക, അവരായിട്ട് അവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഏതൊരാളെ കണ്ട് സംസാരിക്കുന്ന സമയത്തും കുറച്ച് ഹ്യൂമറൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ടൈം നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അവർക്ക്. അല്ലാണ്ട് എപ്പോഴും സീരിയസ് ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര ബോറിംഗ് ആണ് എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ കുറച്ച് ഹ്യൂമറൊക്കെ കലർന്ന് സംസാരിക്കുക എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കി ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്ന രീതിക്ക് നിങ്ങൾ മാത്രം ശരിക്കും തമാശകൾ പറയരുത്. സന്ദർഭങ്ങൾക്കനുസരിച്ച് സംസാരിക്കാനായിട്ട് നോക്കുക. പിന്നെ നല്ലൊരു കേൾവിക്കാരനാവുക. കേൾവി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചാൻസ് എപ്പോൾ വരും എന്ന് ആലോചിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് കേൾക്കുക എന്നതിലുപരി നിങ്ങൾ ഉള്ളോട്ട് എടുക്കണം അവർ പറയുന്ന കാര്യങ്ങൾ. അപ്പോഴാണ് നിങ്ങൾക്ക് അവരെ പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്, കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നത്, അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വെറും കേൾക്കുക എന്നതിലുപരി ഒരു നല്ലൊരു ലിസണർ ആവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഒരു ഫ്രണ്ടിനെ കുറച്ച് കാലത്തിന് ശേഷം കാണുമോ അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം ആ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ പേരെടുത്ത് വിളിക്കാനായിട്ട് നോക്കുക. ഹായ് പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് പേരെടുത്ത് വിളിക്കാനായിട്ട് നോക്കുമ്പോൾ എൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ളൊരു തോട്ട് വരും. അതുപോലെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ ഫ്രണ്ടാണ് പ്രിയ, എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാ, കോളേജിലെ ഏറ്റവും നല്ല പാട്ട് പാടുന്ന കുട്ടിയാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കോംപ്ലിമെൻറ്റ്സും അവർക്കാവും. കൂടെയുള്ള ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ചും കൂടെ നല്ലതാണത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അവർക്ക് നന്നായിട്ട് കൂടുന്നതായിരിക്കും.